പല അമ്മമാർക്കുമുള്ള ഒരു കൺസേൺ കൂടിയാണ് ഇത്. കുഞ്ഞുങ്ങളെ ടോയ്ലറ്റ് ട്രെയിനിങ്, കുഞ്ഞുങ്ങള് ടോയ്ലറ്റ് കൃത്യമായിട്ട് പോകുന്നില്ല, മാത്രല്ല യൂറിൻ പോകാൻ അല്ലെങ്കിൽ മോഷൻ പോകുന്ന കാര്യം കുഞ്ഞുങ്ങള് പറയുന്നില്ല, അല്ലാണ്ട് ഡ്രസ്സിൽ കൂടെ തന്നെ പോകുന്നുണ്ട്. ചില കുഞ്ഞുങ്ങളിലാണ് പാമ്പേഴ്സ്, ഒരു 2 years ആയ കുഞ്ഞുങ്ങൾക്ക് പാമ്പേഴ്സ് വെച്ച് കൊടുക്കുന്ന ശീലം ഇപ്പോഴും നമ്മളെ പാരന്റ്സ് ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ എന്ന രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യിക്കേണ്ട ഒരു കാര്യമാണെന്ന് എല്ലാ പാരന്റ്സും മനസ്സിലാക്കുക. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ അതിനു വേണ്ടി എഫോർട്ട് ഇടണം. എന്നാൽ മാത്രമേ ഒരു 2.5, 3 years ഒക്കെ ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് ടോയ്ലറ്റിൽ പോയി ശീലിക്കുകയേ ഉള്ളൂ. സോ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒന്ന്, നമുക്ക് പോട്ടി അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റോ അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ്ങിനായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മൾ പോട്ടി കൊടുക്കുന്ന സമയത്ത് ആദ്യം പണ്ടൊക്കെ ആൾക്കാർ അറിയാം, കാലിൽ കുഞ്ഞുങ്ങളെ ഇരുത്തി മോഷനും യൂറിനും ഒക്കെ പാസ് ചെയ്യിപ്പിക്കുന്നത്. അത് കൃത്യമായിട്ട് ഒരു സമയത്തായിരിക്കും നമ്മളത് ചെയ്യിച്ച് ശീലിക്കുന്നത് അല്ലെ. ശരിക്കും നമ്മൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ ഫോഴ്സ് ചെയ്യിപ്പിക്കരുത്. കാരണം ഇതൊരു കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു 1.5, 2 years ഒക്കെ ആവുന്ന ഏജ് ഗ്രൂപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്ന ഏജ് ഗ്രൂപ്പ് ആണ്. സോ നമ്മൾ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കി കുറച്ച് എഫോർട്ട് നമ്മൾ ഇടേണ്ടി വരും. പെട്ടെന്ന് അവർ നാളെ ഒരു സമയം പോട്ടിയിൽ ഇരിക്കണം എന്നില്ല, പക്ഷെ നമ്മൾ അത് ട്രെയിൻ ചെയ്യിച്ച് ശീലിപ്പിക്കുക, എന്നും അതേപോലെ ശീലിപ്പിക്കുക. മാത്രമല്ല ഇപ്പൊ യൂറോപ്യൻ ക്ലോസറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ക്ലോസറ്റിൽ മാത്രമായിട്ട് എടുക്കാനും, കാരണം അവർ കാല് 2 സൈഡും തൂക്കി ഇടുന്ന സമയത്ത് കാലിൽ പെയിൻ വരാനൊക്കെ ചാൻസസ് കൂടുതലാവുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ടോയ്ലറ്റിൽ ഇരിക്കാനുള്ള ചാൻസസ് കുറവായിരിക്കും. സോ നമ്മൾ താഴെ ഫുഡ് സ്റ്റെപ്പ് പോലത്തെ മാർക്കറ്റിങ്ങിലൊക്കെ അവൈലബിൾ ആണ്. ഫുഡ് സ്റ്റെപ്പും കൂടെ ചേർന്നിട്ടുള്ള ടോയ്ലറ്റ് സീറ്റർ കിട്ടും. അങ്ങനത്തെ ടോയ്ലറ്റ് സീറ്റർ യൂസ് ചെയ്ത് നമ്മൾ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുക. കുഞ്ഞുങ്ങൾ ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ മോഷൻ പോകുന്നത് അത് ഒരു ഗ്യാസ്ട്രോകോളിക് റിഫ്ലെക്സ് ആണ്. അതിന് നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾ ഒരു 2 or 3 വട്ടം ഒരു ദിവസം മോഷൻ പോകുന്നതിൽ നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യവുമില്ല. കുഞ്ഞുങ്ങളിൽ നമുക്ക് ശരിക്കും ഒത്തിരി ഫ്ലൂയിഡ് കണ്ടന്റ് അല്ലെ, വെള്ളം ഒത്തിരി നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡുകളും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ കോൺസ്റ്റിപ്പേഷൻ, മോഷൻ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടൊന്നും കുഞ്ഞുങ്ങൾക്ക് വരാണ്ടിരിക്കും. എല്ലാ കുഞ്ഞുങ്ങൾക്കും വാഷ്റൂമിൽ പോകാനൊക്കെ ഒരു മടിയായിരിക്കും അല്ലെ, അവിടുത്തെ സ്മെല്ലും കാര്യങ്ങളും അല്ലെങ്കിൽ ആ അറ്റ്മോസ്ഫിയർ ഒക്കെ ഇഷ്ടമില്ലാതിരിക്കും. പക്ഷെ നമ്മൾ അവിടുത്തെ അവർക്ക് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. കാരണം വെള്ളമൊക്കെ ടോയ്ലറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക.